ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു പോം വെച്ചിട്ട് നമുക്ക് എങ്ങനെ നല്ലൊരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാം എന്നാണ് കേട്ടോ. അപ്പം ഇപ്പം എല്ലായിടത്തും അവൈലബിൾ ആണ് ഇതുപോലുള്ള ഹെയർ ബാൻഡുകളും അതേപോലെ ഈ പോം ഒക്കെ നമുക്ക് പല വലിപ്പത്തിലും പല നിറങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം നമുക്കിന്ന് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാമെന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഒരു കളേഴ്സ്, അതായത് ഒരു 6 കളേഴ്സെങ്കിലും വേണം കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ അടുത്ത് അധികം കളേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഇതിൽ അധികം ഒരു 6 എണ്ണമായിട്ട് വരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യാമെന്നറിയോ, 2 കളേഴ്സ് എടുക്കുകയാണ് കേട്ടോ. ഇടകലർത്തിയിട്ട് വെക്കാനായിട്ട് ഏകദേശം ഒരു മാച്ചിങ് ആവുന്ന ഒരു കളേഴ്സാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഡ്രസ്സിനനുസരിച്ചിട്ട് ഏത് കളേഴ്സ് വേണമെങ്കിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു പോം ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ. അത്യാവശ്യം ഒരു നമ്മൾ തേൻ മിഠായിയൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു വലുപ്പത്തിലുള്ള ഒരു പോമാണിത്. അതേപോലെ കളേഴ്സ് ആണെങ്കിലും എനിക്കൊരു ലൈറ്റ് കളേഴ്സാണ് കിട്ടിയിട്ടുള്ളത്, അധികം ഡാർക്ക് കളേഴ്സ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാൻ സെൻറ്ററിൽ വെക്കാനായിട്ട് പോകുന്നത് ഈ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ അതിന് ചുറ്റുമാണ് നമ്മൾ ഈ പോം വെച്ച് കൊടുക്കുന്നത്. അതിന് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഗ്ലൂ ഗണ്ണാണ് കേട്ടോ. അപ്പോൾ ആ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ അടുത്ത ഒരു കളറ് നമ്മൾ ചുറ്റും വെക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കളറ് പോം വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കളർ കേട്ടോ, ഞാൻ പറഞ്ഞു 2 കളറ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഒന്നിടവിട്ട് ഓരോ കളേഴ്സ് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ. അപ്പം നമുക്കിത് ചെയ്തെടുക്കാനും എളുപ്പമാണ്. പെട്ടെന്ന് ഒരു 5-2 മിനിറ്റ് കൊണ്ട് നമുക്ക് എളുപ്പത്തിലൊരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ കുഞ്ഞു പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അഥവാ ഈ ഒരു ഇത് ഉണ്ടാക്കാൻ എല്ലാവർക്കും ചിലപ്പോൾ ഒരു ഐഡിയ, എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഐഡിയകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ അറിയുമെന്ന് എനിക്കറിയാം. എങ്കിൽ കൂടിയും ചിലവർക്ക് ചിലപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്നും അറിയുണ്ടാവില്ല. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എളുപ്പത്തിലുള്ള ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനിയും ഇതേപോലെയുള്ള വേറെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. എങ്ങനെയൊക്കെ വേറെ ഏതൊക്കെ മോഡൽ നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എല്ലാ ഫ്ലവറും പോമും കറക്റ്റായിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തു കൂടി ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് അമർത്തിയിട്ട് നമുക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഹെയർ ബാൻഡ് ഉണ്ടല്ലോ, സാറ്റിൻ റിബൺ വെച്ചിട്ടുള്ള ഹെയർ ബാൻഡിലാണ് ഞാനിത് ഒട്ടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ അതിന് മുൻപായിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിൽ ഒരു ഫെൽറ്റ് ഷീറ്റ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. കാരണം കണ്ടില്ലേ, ഇത് കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടാനായിട്ടാണ് ഞാനത് ചെയ്ത് കൊടുക്കുന്നത്. അത് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഇതിലിങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കും. പക്ഷെ ഒന്നുകൂടി നമ്മൾ ഈ പിള്ളേരായതുകൊണ്ട് ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് പറിച്ചെടുത്താലൊക്കെ ചിലപ്പോൾ അത് പോരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ അടിയിൽ നമ്മൾ ഫെൽറ്റ് ഷീറ്റ് വെച്ച് കൊടുക്കുക. അപ്പം ഞാൻ ഈ ഒരു സ്കെയിലിൻ്റെ ഈ ഏറ്റവും വലിയ റൗണ്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതേപോലെ അതിൻ്റെ ജസ്റ്റ് താഴെയുള്ള ഒരു റൗണ്ട് കൂടി, അപ്പോൾ ഏറ്റവും വലുതും എടുത്തു, അതിന് തൊട്ട് താഴെയുള്ള റൗണ്ടും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 റൗണ്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, ഒരു വലുതും അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയതും. അപ്പോൾ അതിലോട്ട് നമ്മൾ ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവറിൻ്റെ അടിവശത്തേക്കിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത ഫ്ലവറാണോ ഇപ്പോഴത്തെ ഫ്ലവറാണോ ഒന്നുകൂടി കാണാനായിട്ട് ഭംഗിയുള്ളത്? ഈ ഒരു ഇത് വന്നപ്പോഴാണ് അതിൻ്റെ ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഫെൽറ്റ് ഷീറ്റ് ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ ഹെയർ ബാൻഡിൽ എവിടെയാണോ ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഫ്ലവർ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇത് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അടിയിലുള്ള ആ ഒരു പീസ് കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് എൻ്റെ ഉണങ്ങിയിട്ടില്ല, ഞാൻ കാരണം വീഡിയോ എടുക്കുന്ന
എന്നതുകൊണ്ട് പെട്ടെന്ന് എല്ലാം ചെയ്തെടുക്കുകയാണല്ലോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഉണങ്ങി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് നല്ല എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ അതിന് മുൻപ് ഇതുപോലെ നമ്മൾ ആ ചെറിയ ഫെൽറ്റ് ഷീറ്റിലും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ അടിവശത്തോട്ട് ആ ഒരു ഇത് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതേ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ, അതും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ അടിവശത്തോട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഫ്ലവർ നല്ല കാണാനായിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡ്. ഇനി നമുക്ക് ഇതോടെ ഇവിടെ നിർത്താം കേട്ടോ. ഇങ്ങനെയും നമുക്ക് ഹെയർ ബാൻഡ് ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഒന്നുകൂടി എന്ത് ചെയ്യുന്നുണ്ട് അറിയോ, ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു പോംപോം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഭംഗി ഉണ്ടാവും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുത്തതാണേ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ വെച്ച് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് അതും കുറച്ച് ഭംഗിയായിട്ട് തോന്നി. നിങ്ങൾക്ക് ഈ ഫ്ലവർ മാത്രം വേണമെങ്കിൽ ആ ഫ്ലവർ മാത്രമായിട്ട് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് നിർത്താം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഐഡിയ വേറെ എന്തെങ്കിലും ഐഡിയാസ് നിങ്ങൾക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഈ ഒരു പോം കളർ ഇപ്പോൾ മുകളിൽ ലൈറ്റ് റോസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് ലൈറ്റ് മറ്റേ ഷെയ്ഡ് ഉണ്ടല്ലോ, ചെറിയൊരു എന്താ പറയുക, എന്ത് കളറാണെന്നാ പറയുക, ഒരു ലൈറ്റ് കളറാണ്. അത് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴത്ത് വരുമ്പോൾ ലൈറ്റ് റോസാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഇത് കാണാനും നല്ല ഭംഗിയില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലവറാണ് കൂടുതൽ ഇഷ്ടമായി എന്നൊന്ന് പറയണം കേട്ടോ. ഇനിയിപ്പോൾ സാധാരണ ഫ്ലവറാണോ അല്ല ഇതുപോലെ വെച്ചപ്പോഴാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായി എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും ഇത് വെച്ചിട്ടുള്ള ഫോട്ടോ ഒക്കെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.